ഭാര്യയ്ക്ക് ഭർത്താവിനെ ജീവന് തുല്യം സ്നേഹിക്കാൻ സാധിക്കണം. ഭർത്താവിന് ഭാര്യയെ ജീവന് തുല്യം സ്നേഹിക്കാനായിട്ട് സാധിക്കണം. ആ ഒരു സ്നേഹത്തിലേക്ക് ഭാര്യ ഭർത്താക്കന്മാർ വരണം. കുടുംബ ജീവിതത്തിലേക്ക് ഒരു പുരുഷനെയും സ്ത്രീയെയും ദൈവം ചേർക്കുന്നത് എന്തിനു വേണ്ടിയാ? സ്നേഹിക്കാൻ വേണ്ടി. രണ്ട് വ്യക്തികളെ കർത്താവ് ഒന്നിച്ചു ചേർക്കുക, സ്നേഹിക്കാൻ വേണ്ടി. വിവാഹ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്താ? സ്നേഹിക്കുക എന്നുള്ള ആ സ്നേഹത്തിന്റെ നിറവിൽ, ആ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ മക്കൾ പിറക്കുന്നു. പിന്നീട് മക്കളായി, കൊച്ചുമക്കളായി, തലമുറയെ. അതാണ് കുടുംബം എന്ന് പറയുന്നത്. ഇന്ന് കുടുംബത്തിന്റെ സ്ഥിതി എന്താ? ഭാര്യ, ഭർത്താവ്, 2 മക്കള് അല്ലെ 3 മക്കള്. ഇവിടെ ഒരു 5-6 മക്കളൊക്കെ ഉള്ളവരുണ്ട്. കരവിത്ത് കാണിക്കാമോ? ഒരു 50 വയസ്സിൽ താഴെ പ്രായമുള്ള ആരെങ്കിലും, ഒരു 6-7 മക്കളുള്ളവർ, 50 വയസ്സിന് മേളിലുള്ളൊരു കരമെത്തണ്ട. ഒരു 50 വയസ്സിൽ താഴെ പ്രായമുള്ളവർ 5 മക്കളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കരമെത്തി പിടിച്ച് ഒന്ന് കൈവീശി കാണിക്കണേ. ഞാൻ ആരെയും കാണുന്നില്ല. 4 മക്കളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ 50 വയസ്സിൽ താഴെ ആരുമില്ല. 3 മക്കളുള്ളവർ, 3 കൈവീശി കാണിച്ച് ഉണ്ട്. 3 മക്കളുള്ള കുറേ പേരുണ്ട്. 2 മക്കളുള്ളവർ, 50 വയസ്സിൽ താഴെ പ്രായമുണ്ട്, 2 മക്കളുള്ളവർ. നിങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ 2 പേര് മതി. ഇവിടെയാ. ഇനി ഒരാൾ ഒരു കുട്ടി മാത്രമുള്ളവർ, ഒരു സഹോദരി കരമെത്തി, 1-2 പേര് കരമെത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രം പോലെയാണ്. നല്ല പ്രായത്തിൽ കല്യാണം കഴിക്കണം. ഈ നല്ല പ്രായം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മുടെ യുവാക്കന്മാർ വിചാരിച്ചിരിക്കുന്ന ഈ നല്ല പ്രായം എന്ന് പറഞ്ഞാൽ 30 വയസ്സ്, 35 വയസ്സ്, 38 വയസ്സ്, 40 വയസ്സ്, 45 വയസ്സാണ് നല്ല പ്രായം എന്നാണ് ഇപ്പോഴത്തെ യുവതലമുറയുടെ ഒരു ചിന്ത. പലപ്പോഴും ധ്യാനാവസരത്തിലും കൺവെൻഷനിലും വന്ന് പലരും, പല പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ അവരങ്ങ് പറയുകയാണ്. ഈയിടെ ഒരു സഹോദരൻ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് എന്നോട്, ബ്രദറെ എൻ്റെ വിവാഹം നടക്കാമെന്ന് പ്രാർത്ഥിക്കണം. ഞാൻ മുഖത്തേക്ക് നോക്കി, ഒന്നും മിണ്ടിയില്ല, തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ചോദിച്ചു, എത്ര വയസ്സുണ്ട്? 48. ഞാനൊന്നും മിണ്ടിയില്ല കേട്ടോ. എനിക്ക് സങ്കടം തോന്നി. ഇതുപോലെ എത്രയോ പേര് വിവാഹം നടക്കാത്ത ധാരാളം പുരുഷന്മാര് നമ്മുടെ ഇടവകയിലുണ്ട്. ഇന്നാളൊരിക്കലും ഞാൻ വായിച്ചതാണ്, സീറോ മലബാർ സഭയിൽ 1,00,000-ലധികം യുവാക്കന്മാർ വിവാഹം കഴിക്കാറായിട്ടുണ്ട്. 1,00,000-ലധികം പേര്. 1,00,000-ലധികം പേരുണ്ടെങ്കിൽ 1,00,000 കുടുംബങ്ങളില്ല. 1,00,000 കുടുംബം ഉണ്ടെങ്കിൽ മിനിമം 2 മക്കളെ വെച്ച് കൂട്ടിക്കേ. എത്ര മക്കളായി? ഇല്ല. അപ്പൊ കുടുംബങ്ങൾ തീർന്നുപോയി. അങ്ങനെ ക്രൈസ്തവ സമുദായം ഇന്ന് വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുക. അത് വിവാഹം നേരത്തെ കഴിക്കണം. നേരത്തെ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ, ആൺകുട്ടികൾക്ക് 20, 25, 26 വയസ്സുള്ള വിവാഹം കഴിച്ച് മക്കൾക്ക് ജന്മം കൊടുക്കണം. വിവാഹം കഴിക്കാനും അതിന് തയ്യാറാവണം. ഇന്ന് പല യുവതിവാക്കന്മാരുടെ ചിന്ത, പഠിക്കണം, ജോലി വേണം, ഒന്ന് സ്റ്റേബിൾ ആവണം, എന്നിട്ട് വേണം വിവാഹം കഴിക്കാൻ. അപ്പോഴത്തേക്കും വയസ്സ് 30, 35 ആയി. ഒരു ജോലി സ്ഥിരത ആഗ്രഹിച്ച്, അല്ലെ പണം ആഗ്രഹിച്ച്, എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിട്ട് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചാൽ കാലങ്ങൾ കടന്നു പോകും, സമയം കടന്നു പോകും. അതുകൊണ്ട് യുവതിവാക്കന്മാര് നേരത്തെ വിവാഹം കഴിക്കണം. ജോലി തരുന്നത്, സമ്പത്ത് തരുന്നത് ദൈവമാ. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ധൈര്യമായിട്ട് മക്കളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ മാതാപിതാക്കന്മാർ തയ്യാറാവണം. ഇന്ന് ധാരാളം മക്കള് വിദേശ രാജ്യങ്ങളിൽ, ജർമ്മനിയിൽ, UK, സ്വിറ്റ്സർലൻഡിൽ, അമേരിക്കയിൽ, പോളണ്ടിൽ, ഓരോ രാജ്യങ്ങളിൽ പോയി കിടക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവർക്കൊക്കെ സുഖമാണെന്ന്? അങ്ങനെയൊന്നും ആരും ചിന്തിക്കണ്ട. കാനഡയിലൊക്കെ കിടപ്പുണ്ട് ധാരാളം പേര്. ഞാൻ ഈ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ശുശ്രൂഷ ചെയ്യാൻ. അവിടെയൊക്കെ നമ്മുടെ മക്കള് സുരക്ഷിതരാണെന്ന് വിചാരിക്കണ്ട. എല്ലാം നഷ്ടപ്പെടുത്തി അവർ പോയിരിക്കുന്നു. എന്തെങ്കിലും ഒരു ചെറിയ കോഴ്സ് കാണും, എന്നിട്ട് ഏതെങ്കിലും കടയിലോ എവിടെയെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ജോലി, ഇതുമായിട്ട് അവർ ജീവിക്കുകയാണ്. ഒരു ഭാവി സ്വപ്നം കണ്ട്. അതുപോലെ കാനഡയിലും UK-ലുമൊക്കെ നടക്കുന്നു. അനേകം പെൺകുട്ടികൾ പഠിക്കാൻ പോയിട്ടുണ്ട്. എന്താ സ്ഥിതി? നിങ്ങളുടെ മക്കളൊക്കെ വിശുദ്ധരാണെന്നൊന്നും ചിന്തിക്കണ്ട. ലിവിങ് ടുഗദർ കേട്ടിട്ടുണ്ടോ? ലിവിങ് ടുഗദർ. അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആണും പെണ്ണും ഒക്കെ ഒന്നിച്ച് അപ്പാർട്ട്മെൻറ്റൊക്കെ എടുത്ത് ഒന്നിച്ചാണ് ജീവിക്കുന്നത്. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഗർഭിണിയാകരുത്. ഈ ഒരു കണ്ടീഷൻ മാത്രം. നമ്മുടെ എറണാകുളത്തും തൃശ്ശൂരും തിരുവനന്തപുരത്തൊക്കെ നടക്കുന്ന കാര്യങ്ങളായത്. ഞാൻ പച്ചക്ക് അങ്ങ് പറയുന്നുള്ളതേ ഉള്ളൂ.
കോട്ടയത്ത് താമസിച്ച ഒരു ധ്യാനം നടക്കുമ്പോൾ അങ്കമാലിയിൽ നിന്ന് ഒരു പെൺകുട്ടി കോട്ടയത്ത് ധ്യാനിക്കാൻ വന്നു. അവൾ വിദേശത്ത് മെഡിസിൻ പഠിക്കുകയാണ്. അവള് പറഞ്ഞു, എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, ഇതാ എനിക്ക് പാപത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടണം, അതിനുവേണ്ടി ഞാൻ ധ്യാനിക്കാൻ വന്നത്. ഈ 3 പേരും പാപകരമായ ജീവിതം നയിക്കുന്നത്. ഈ പെൺകുട്ടി ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ്റെ മെഡിസിൻ പഠിക്കുന്ന അവരൊന്നിച്ച ഒരു അപ്പാർട്ട്മെന്റ് ജീവിക്കുന്നത്. എങ്ങനുണ്ട്? അവൾ പറയുന്നു, എനിക്ക് രക്ഷപ്പെടണം. ഒരു പാപമല്ല, പലരോടൊപ്പം അവൾ ശരീരം പങ്കുവെച്ചു കഴിഞ്ഞു. ഇതുപോലെ എത്ര സംഭവങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ട് കാനഡയിലും UK യിലും അതിലൊക്കെ പോയ മക്കളൊക്കെ വിശുദ്ധരാണെന്നൊന്നും ആരും ചിന്തിച്ച് അങ്ങോട്ട് വീര്യം കൊള്ളുകയൊന്നും വേണ്ട. നല്ല പിള്ളേർ വളരെ കുറവാണ്. ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ പറഞ്ഞല്ല, ഉള്ള സത്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രം. ഹല്ലേലൂയ. അവിടെ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഈ രാജ്യത്ത് നമ്മൾ ജനിച്ച മണ്ണിൽ ഇവിടെ പഠിച്ച് നല്ല ജോലി വാങ്ങി ഇവിടെ ജീവിക്കാൻ നമുക്ക് പറ്റണം. എന്തേ നമുക്ക് ഉന്നതമായ ലക്ഷ്യങ്ങൾ ഇല്ലാതെ പോകുന്നു? നമ്മുടെ ഇടവകയിൽ ഒരു IAS കാരൻ, ഒരു IPS കാരൻ, അല്ലെ ഒരു IPS കാരി, ഒരു IAS കാരി ഉണ്ടോ? എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ആ ലെവലിൽ ചിന്തിച്ച് അങ്ങനെ പഠിച്ച് ഉയരങ്ങളിൽ എത്തിക്കൂടാ? എന്താ നമ്മുടെ മക്കൾ അങ്ങനെ ചിന്തിക്കാത്തത്? എന്തുകൊണ്ട് നമ്മുടെ മക്കളെ പഠിച്ച് ഈ രാജ്യത്ത് ഈ മണ്ണിൽ ഒരു ജോലിക്ക് വേണ്ടി നിൽക്കുന്നില്ല? ഇന്ന് കേരളം ക്രൈസ്തവ സമുദായം വൃദ്ധങ്ങളുടെ സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. വീട്ടിൽ അപ്പന് അമ്മയുള്ളൂ, മക്കളെല്ലാം പുറത്താണ്. ഹല്ലേലൂയ. അടുത്ത കാലത്ത് ഒരച്ഛൻ എന്നോട് പറഞ്ഞൊരു അനുഭവമാണ്. അപ്പൻ ആദ്യമേ മരിച്ചു. ഒരു വീട്ടിലെ മക്കളെല്ലാം വിദേശത്താണ്. അപ്പൻ ആദ്യമേ മരിച്ചു. പിന്നെ അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് കൂട്ടിന് ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു. പ്രായമായ അമ്മച്ചിയും മരിച്ചു. ആകെ വീഡിയോ കോളിൽ വിളിച്ച അമ്മയുടെ മക്കളൊക്കെ വർത്താനം പറയും. അമ്മ മരിച്ചു കഴിഞ്ഞ് അമ്മയെ മോർച്ചറിലൊക്കെ മക്കളെ ക്രമീകരണമൊക്കെ ചെയ്തു. എല്ലാവരും വിദേശങ്ങളിൽ ഓടിപ്പിടിച്ച് വന്നു. ശവടക്കിൻ്റെ ഡേറ്റൊക്കെ തീരുമാനിച്ചിരുന്നു. ശവസംസ്കാരമൊക്കെ നടത്തി. അച്ഛൻ പറയുകയാണ്, ശവസംസ്കാരം കഴിഞ്ഞിട്ട് ഈ മക്കളെ ചെന്നു, അച്ഛാ ശവസംസ്കാരം വ്യാഴാഴ്ചയായിരുന്നു, പിന്നെ വെള്ളി ശനി. അച്ഛൻ ഞങ്ങൾക്ക് വേഗം തിരിച്ചു പോകേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ അവിടെ സ്കൂളിലാണ് പഠിക്കുന്നത്, ജോലിയുടെ പ്രശ്നമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ശനിയാഴ്ച 41 വെക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ? അമ്മച്ചി മരിച്ചിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. വ്യാഴാഴ്ച ചവട കഴിഞ്ഞു. ശനിയാഴ്ച നമുക്ക് അച്ഛാ 41 വെച്ച് കുർബാനയൊക്കെ ചൊല്ലി ഞങ്ങൾക്ക് ഉടനെ പോകണമെന്ന് പറഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ. എങ്ങനെയുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ എൻ്റെ ഇടവക വികാരി അച്ഛൻ പറഞ്ഞൊരു അനുഭവമാണ്. അതായത് ബാംഗ്ലൂർ എഞ്ചിനീയറിങ്ങിന് എൻ്റെ ഇടവകയിലുള്ള ഒരു വ്യക്തിയാണ്. ആളിനെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ആ ചെറുപ്പക്കാരന് ബാംഗ്ലൂർ ജോലിയാണ്, കല്യാണമൊക്കെ ആയി. അപ്പോൾ അച്ഛൻ വേദപാഠം കേൾപ്പിക്കണം. അച്ഛൻ സമയം കൊടുത്തു. ഈ ചെറുപ്പക്കാരൻ അച്ഛനെടുക്കൽ വന്നു. അച്ഛൻ പറഞ്ഞു വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു. എങ്ങനെയൊക്കെ തട്ടി മുട്ടിയൊക്കെ വിശ്വാസ പ്രമാണം ഒരു തരത്തിൽ ചൊല്ലി. ചോദിച്ചു, ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ പേര് ഒന്ന് പറയാമെന്ന് ചോദിച്ചു. ആ മിടുക്കൻ പറഞ്ഞു ഔസേപ്പിതാവാണെന്ന് പറഞ്ഞു. തമാശ പറഞ്ഞില്ല, വികാരിച്ചൻ പറഞ്ഞതിനോട്. ഞാൻ പറഞ്ഞു ഔസേപ്പിതാവാണെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? എഞ്ചിനീയറാണ്, പറഞ്ഞിട്ട് കാര്യമല്ലോ. മാർപ്പാപ്പ ആരാണെന്ന് പോലും അറിയത്തില്ല. ആത്മീയമായിട്ട് ഒരു കാര്യങ്ങളും അറിയത്തില്ലാത്ത യുവതലമുറ. പ്രാർത്ഥനയോട് ഒരു താല്പര്യവുമില്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു വലിയ മാറ്റമുണ്ടാവണം. യുവതലമുറ നേരത്തെ വിവാഹം കഴിക്കണം. ഞങ്ങളുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, മൂക്കിൽ പല്ല് കിളുത്തിട്ടല്ല കല്യാണം കഴിക്കേണ്ടത്, മൂക്കിൽ പല്ല് കിളുക്കുക എന്നൊക്കെ പറയും. അപ്പോൾ എന്താ പറയുക, പ്രായമായി ഒരു പരുവായിട്ട് 45 വയസ്സിൽ 50 വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. ഇനി എന്തു ചെയ്യും? നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികളുടെ എണ്ണം കുറവാണ്. ഉള്ള പെൺകുട്ടികളോ എങ്ങനെയെങ്കിലുമൊക്കെ നേഴ്സിങ്ങും അതും ഇതൊക്കെ പഠിച്ചിട്ട് വിദേശത്ത് പോയി കഴിഞ്ഞിട്ട് അവർക്കൊരു സ്വപ്നമേ ഉള്ളൂ, ഡോക്ടർ വേണം, എഞ്ചിനീയർ വേണം, അത് വേണം, ഇത് വേണം. ഇവിടെ പശു വളർത്തുന്ന ആളിനെ വേണ്ട, ബിൽഡിങ്ങുകാരനെ വേണ്ട, ഓട്ടോ ഡ്രൈവറെ വേണ്ട, കപ്പയ്ക്ക് കളിക്കുന്നവനെ വേണ്ട. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. അങ്ങനെ ഇതേ കിട്ടാതെ വന്നപ്പോൾ ഇതേ നമ്മുടെ നല്ല സുന്ദരി പെൺകുട്ടികളെ ആമ്പിള്ളേരെ അടിച്ചുകൊണ്ട് പോയി മറ്റു സമുദായക്കാർ.
ഈ ഇടവകയിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മിടുക്കൽ പെൺകുട്ടി. ഒരിക്കൽ കോഴിക്കോട് ഒരു പ്രോഗ്രാമിന് ചെന്നപ്പോൾ അവിടുത്തെ ഒരു ഇടവക ഞാൻ പറയത്തില്ല, ആ ഇടവകയിലെ കൈക്കാരൻ്റെ മകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മെഡിസിന് പഠിക്കുക. ഒരു സുപ്രഭാതത്തിൽ കൊച്ചുപോയി അന്യമതസ്ഥൻ്റെ കൂടെ രജിസ്റ്റർ ചെയ്ത് ഒന്ന് ജീവിക്കുക. ആ ഇടവകയിൽ തന്നെ, ആ ഇടവകയിലെ 15 പെൺകുട്ടികൾ, കൊള്ളാവുന്ന കത്തോലിക്ക കുടുംബത്തിലെ സാമ്പത്തികമായിട്ടുള്ള നല്ല മിടുക്കൻ പെൺകുട്ടികളെ ആമ്പിള്ളേർ കൊണ്ടുപോയി. മറ്റു ജാതിക്കാരൻ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾ വളരെ കുറവാണ് ഞാൻ കാണുന്നത്. ഉള്ള പെൺകുട്ടികളോട് എനിക്കൊരു കാര്യം പറയണം. ദയവ് ചെയ്ത് നിങ്ങൾ മറ്റു സമുദായത്തിലെ ചെറുപ്പക്കാരെ പ്രേമിക്കാനായിട്ട് പോകരുത്. അത്ര പ്രേമിക്കണം നിർബന്ധമുണ്ടെങ്കിൽ കൊള്ളാവുന്ന കത്തോലിക്ക കുടുംബത്തിലെ ചെറുക്കന്മാരെ നിങ്ങളങ്ങ് പ്രേമിക്കാൻ. അമ്മച്ചിമാരൊക്കെ എന്നെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. വല്ലോനും കൊണ്ടുവന്നാലും ഭേദമല്ലേന്നേ. നമ്മുടെ സമുദായത്തിൽ ഇവിടെ പള്ളിയിൽ തന്നെ കിടക്കട്ടെ. തോബിത്തിന്റെ പുസ്തകത്തില് 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം തോബിത്ത് തോബിയാസോട് പറയുകയാണ്, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, നമ്മുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം, പൂർവികരുടെ ഗോത്രത്തിൽ മാത്രം ഭാര്യയെ സ്വീകരിക്കുക, അന്യ ജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്ധികളാണ്. അന്യ ജനതയിൽ നിന്ന് വിവാഹം കഴിക്കരുത്. പഴയ നിയമത്തിൽ എസ്രായുടെ പുസ്തകം 9-10 അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ പെൺമക്കളെ വിജാതിയർക്ക് നിങ്ങൾ കൊടുക്കരുത്. ഇസ്ഹാക്ക് യാക്കോബിനോട് പറയുന്നു, കാനാന്യ സ്ത്രീകളെ വിജാതിയരെ വിവാഹം കഴിക്കരുത്. അത് വിശുദ്ധ ബൈബിൾ വിജാതി വിവാഹത്തിന് സപ്പോർട്ടല്ല. ഇനി ആരെങ്കിലും യേശുവിനെ അറിഞ്ഞ് മാമോദീസ മുങ്ങി ഇങ്ങോട്ട് വന്നിട്ട് കല്യാണം കഴിക്കട്ടെ, ഒരു കുഴപ്പമില്ല, അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. അല്ലാതെ നമ്മുടെ മക്കളെ, പെൺമക്കളെയൊക്കെ ആർക്കെങ്കിലുമൊക്കെ പിടിച്ചു കൊടുക്കാനായിട്ട് ആരും സപ്പോർട്ട് ചെയ്യരുത്, അതിന് കൂട്ടു നിൽക്കരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇക്കാര്യത്തിൽ പെൺകുട്ടികൾ തന്നെ തീരുമാനമെടുക്കണം. ഞാനൊരു വിജാതിനെ പ്രേമിക്കത്തില്ല, ഒരു വിജാതിൻ്റെ കൂടെ പോകത്തില്ല. അങ്ങനെ പോയവരൊക്കെ ഇന്ന് ശരിക്ക് അനുഭവിക്കുന്നുണ്ട്. മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് വീഴ്ത്തിപ്പോയ ഒരു പെൺകുട്ടിയുടെയും ജീവിതം ശുഭമായിട്ടില്ല, ശുഭമാവത്തില്ല. ആ കണ്ണുനീരിൻ്റെ മേൽ കൊട്ടാരം പണിതുയർത്താമെന്ന് ഏതെങ്കിലും പെൺകുട്ടി വിചാരിക്കുന്നുവെങ്കിൽ അത് നടക്കത്തില്ല. ആ കണ്ണുനീര് കുടുംബത്തെ തകർത്തു കളയും. ഒരിക്കൽ നമ്മുടെ താമസിച്ചൊരു ധ്യാനം നടക്കുക. വീൽ ചെയറിൽ ഉള്ള ഒരു ചേട്ടൻ ധ്യാനിക്കുക. അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്. അവർക്ക് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ അവരുടെ അടുക്കൽ ചെന്നു. ഞാൻ അവരോട് സംസാരിക്കുക. അദ്ദേഹം ഇങ്ങനെ വീൽ ചെയറിലോട്ട് അരക്കി കീഴ്പോട്ട് തളർന്നു പോയിട്ട് ഏതാനും വർഷമായി. ഇടവകയൊക്കെ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ രൂപതയിൽ ഉള്ളൂ ഇടവകയുടെ കുടുംബമാണ്, പാവപ്പെട്ട കുടുംബം. ഒരു മകളേ ഉള്ളൂ, നല്ല പഠിക്കും. അപ്പം പള്ളി വിൻസെൻ്റ് ഇപ്പോഴുകാരും എല്ലാവരും സഹായിച്ചു, പള്ളിയൊക്കെ സഹായിച്ചു. നമ്മളെ നേഴ്സിംഗ് പഠിപ്പിച്ചു. നേഴ്സിംഗ് പഠിച്ചു, നന്നായിട്ട് നല്ല മാർക്കിലൊക്കെ പാസ്സായി. അത് കഴിഞ്ഞ് നമുക്ക് ജോലിയായി. അപ്പോൾ ഈ അപ്പന് ആകെ പ്രതീക്ഷ ഈ മകൾ മാത്രമേ ഉള്ളൂ. അമ്മയുണ്ട്, അമ്മ എന്തൊക്കെയോ കൂലിപ്പണിക്കൊക്കെ പോകും. ഈ മനുഷ്യൻ ഫുൾ ടൈം വീൽ ചെയറിൽ തന്നെയാണ്, അങ്ങനെ ജീവിക്കുകയാണ്. അദ്ദേഹം പറയാണ്, ഒരു ദിവസം വൈകുന്നേരം ഇതാ ഒരു വണ്ടി നിറച്ചാൾ വീട്ടിലേക്ക് വരിക. വണ്ടി നിറച്ചാൾ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് അവർ വീട്ടിനകത്ത് കയറി. മകളിതാ ഒരുങ്ങി വായുവൊക്കെ ആയിട്ട് ഇറങ്ങി വരിക. അവൾ റെഡി ആയിട്ടിരിക്കുക. അവളുടെ സർട്ടിഫിക്കറ്റും മറ്റെല്ലാം എടുത്തു. ഒരു അക്രൈസ്തവനാണ്. അവന് വേണ്ടപ്പെട്ടവരും വന്നിരിക്കുന്നത്. ഇവള് നേരെ ഇറങ്ങി വന്നു. എന്നിട്ട് അപ്പനോടും അമ്മയോടും പറഞ്ഞു, ഞാൻ പോവാണെന്ന് പറഞ്ഞു ചേട്ടൻ്റെ കൂടെ. എങ്ങനുണ്ട്? ഒറ്റ മകളേ ഉള്ളൂ. ഈ അപ്പൻ എൻ്റെ അടുക്കൽ ഇരുന്ന് കരയുക. അപ്പൻ പറഞ്ഞു, അവള് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മരിച്ചാൽ എൻ്റെ ശവം കാണാൻ പോലും ഈ വീട്ടിലേക്ക് നീ വരരുത്. ഇത് പറഞ്ഞ അപ്പൻ കരയുക, മകളെ നഷ്ടമായി. ഹല്ലേലൂയ. ഇതുപോലെയുള്ള ജീവിതാനുഭവങ്ങളുണ്ട്. ദയവ് ചെയ്ത് പെൺകുട്ടികൾ മാതാപിതാക്കന്മാരെ കണ്ണുനീരിൽ ആഴ്ത്തരുത്. നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങളും പ്രതീക്ഷകളും മാതാപിതാക്കന്മാർക്കുണ്ട്. അതുപോലെ നമ്മുടെ യുവാക്കന്മാർക്ക് ലക്ഷ്യബോധമുണ്ടാവണം. മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു ലഹരിക്കും തെറ്റായ ബന്ധങ്ങളിലും ജീവിക്കുന്ന ധാരാളം യുവാക്കന്മാരുണ്ട്.
നിങ്ങൾ അങ്ങനെ പോകരുത്. പഠിക്കാൻ പോകുന്ന നാളിൽ നന്നായിട്ട് പഠിക്കണം. നമ്മുടെ ആൺകുട്ടികൾക്ക് പലർക്കും നല്ല വിദ്യാഭ്യാസമില്ല, അതുകൊണ്ടാണ് പലർക്കും കല്യാണം കഴിക്കാൻ പറ്റാവുന്നിരിക്കുന്നത്. എൻ്റെ ഇടവകയിലുണ്ട് 85 പേര് ആണുങ്ങൾ കല്യാണം കഴിക്കാനുണ്ടെന്നാണ് പറയുന്നത്. ഇതുപോലെ അനേകം ക്രൈസ്തവ ഇടവകകളിൽ യുവാക്കന്മാരെന്ന് പറയാനൊക്കത്തില്ല, 30-നും 35-നും 40-നും 45-നും ഒക്കെ ഇടയ്ക്ക് പ്രായമായവരാ. ഇനി ഒരു വിവാഹ ജീവിതമില്ല. എല്ലാ സ്വപ്നങ്ങളും നഷ്ടപ്പെട്ട ഒരുപറ്റം മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടവകയിൽ ഉണ്ട്. എന്തുകൊണ്ടായി സംഭവിച്ചത്? അതിൻ്റെ പിന്നിൽ മാതാപിതാക്കന്മാർക്ക് വീഴ്ചയുണ്ട്. മക്കൾക്ക് അങ്ങോട്ട് കൂടിപ്പോയാൽ ഒരു 25 അല്ലെ ഒരു 30 വയസ്സിൻ്റെ ഉള്ളിൽ അവരെ എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിച്ചയക്കാൻ അപ്പനും അമ്മയ്ക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അതൊന്നും ചെയ്യാതെ അപ്പനും അമ്മയൊക്കെ പലരും എന്തൊക്കെയോ അങ്ങനെയൊക്കെയോ ജീവിച്ചു പോയി എന്നുള്ളതല്ലാതെ വേണ്ടപോലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തതിൻ്റെ പരിണിത ഫലങ്ങൾ ഇന്ന് കുടുംബം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഒരു മാറ്റമുണ്ടാവണം. നമ്മുടെ മക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നേരത്തെ വിവാഹം കഴിപ്പിക്കണം. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും 2 മക്കളുമല്ല. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അപ്പൻ, അമ്മ, മക്കൾ, കൊച്ചുമക്കൾ, വല്യപ്പൻ, വല്യമ്മച്ചി, അങ്ങനെ ഒരു സമൂഹമാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.